50 HP 4 മോട്ടർ, 15 HP 6 മോട്ടർ, 5 HP 8 മോട്ടർ, 3 HP 8 മോട്ടർ. പിന്നെ അതുകൂടാതെ നമുക്ക് ലൈറ്റിംഗ് ലോഡ് ഒരു 10 kW എന്ന് പറയും. ചിലപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ് DF എന്ന് പറഞ്ഞാൽ തരാതിരിക്കാം, 2 എന്ന് പറഞ്ഞാൽ തരാം. പിന്നെ ഫ്യൂച്ചർ ഡിമാൻഡ് 20% എന്ന് പറഞ്ഞാൽ അങ്ങനെ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതായിരിക്കും ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഈ സൂപ്പർവൈസറിൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ജനറലായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സൈറ്റ് സർവേ നടത്തുമ്പോൾ അവിടുത്തെ മെഷീൻസ് എല്ലാം ഇതുപോലെ നമുക്ക് കിട്ടും. എത്ര മെഷീൻസ് ഉണ്ട്, അവിടെ എത്ര ലൈറ്റ് ഉണ്ടെന്ന്, ഇതെല്ലാം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണം. ഇപ്പോൾ സിമ്പിളായിട്ട് ഓൾറെഡി ഡിസൈൻ ചെയ്ത് ഒരു ആൻസർ കിട്ടിയേക്കോ. 10 kW ഉള്ള ലൈറ്റുകളുണ്ട്, പിന്നെ ബാക്കി ഇങ്ങനെ കുറച്ച് മോട്ടേഴ്സ് അവിടെ ഉണ്ടെന്നുള്ളത് കിട്ടി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട അവിടുത്തെ ടോട്ടൽ കണക്റ്റഡ് ലോഡ് എത്രയാണെന്ന് മനസ്സിലാക്കുക. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എന്ത് ടൈപ്പ് സപ്ലൈ ആണ് വേണ്ടതെന്നുള്ള ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ സം ചെയ്യുക. 50 × 4 50 HP 4 15 HP 6 പിന്നെ 5 HP 8 3 HP 8 പിന്നെ 10 kW ലൈറ്റ് ലോഡ്. അത് മാറ്റി എഴുതാം, കാരണം ഇതിപ്പോൾ HP-ലാണല്ലോ. അപ്പോൾ 200 + 90 + 40 + 24, അപ്പോൾ 290 354 അല്ലേ? ശരിയല്ലേ? 354 HP എന്ന് കിട്ടി. ഇനി അതിനെ നമുക്ക് കിലോവാട്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. 305 HP × 0.746. അപ്പോൾ അത് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചു. നമുക്ക് 264.8 സംതിങ് വരുന്ന കിലോവാട്ടിലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. അതുകൂടാതെ 10 kW ലൈറ്റ് ലോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടോട്ടൽ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി 224 kW നമുക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ടൈപ്പ് ഓഫ് കണക്ഷൻ എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മുടെ റെഗുലേഷൻസ് പ്രകാരം പറയുന്നത് 5 kW താഴെയാണെങ്കിൽ 240 volt സപ്ലൈ ആണ് വേണ്ടത്. 5 kW മുകളിലാണെങ്കിൽ 3 phase 415 volt സപ്ലൈ ആണ് വേണ്ടത്. അത് ഇൻസ്പെക്ടർ ഡയറിയിലുണ്ട്. എന്നിട്ട് അത് എത്ര വരെയാണ്, അപ് ടു 100 kV വരെയാണ് നമുക്ക് 415 volt സപ്ലൈ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ എത്ര നമുക്ക് വന്നേക്കുന്നത്, 274 kW ആണ്. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യണം. kW to kV നമുക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ആവറേജ് ഒരു 274 സേ ഒരു 0.97 വെച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ അതിൻ്റെ ഫോമിൽ ഇത്രേ ഉള്ളൂ. കിലോവാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, V × I × cos⁵ പവർ ഫാക്ടറാണ്. അപ്പോൾ ഞാൻ ഈ cos⁵ സപ്പോസ് 0.97 പറഞ്ഞ് വിചാരിച്ചുകൊണ്ട് അതിനെ, അപ്പോൾ അതിൻ്റെ cos⁵ കട്ട് ചെയ്തെന്ന് വരും V × I, അതായത് kV ആയിട്ട് വരും. അപ്പോൾ കിലോവാട്ട് ഡിവൈഡ് ബൈ പവർ ഫാക്ടറാണ് kV ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മളിത് ചെയ്യുന്നത്. 274 ഡിവൈഡ് ബൈ 0.97 എത്ര വരും? 274 ഡിവൈഡ് ബൈ 0.97, അപ്പോൾ 282 സംതിങ് കിലോ, 282 kVA എന്ന് പറഞ്ഞു വരും. അപ്പോൾ വിച്ച് മീൻസ് നമുക്ക് പറഞ്ഞേക്കുന്ന 100 kVയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 11 kV സപ്ലൈ വേണമെന്നാണ് പറയുന്നത്. സോ 11 kV 3 phase സപ്ലൈ ആണ് അവിടെ വേണ്ടത്, റിക്വയർഡ്. അപ്പോൾ വിച്ച് മീൻസ് നമുക്ക് ട്രാൻസ്ഫോമർ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വേണമെങ്കിൽ ഇതിനെ ഇപ്പോൾ പറഞ്ഞ സാധനത്തിൻ്റെ സ്റ്റെപ്പ് 0 എന്ന് വിളിക്കാം. ഈ ഇപ്പോൾ പറഞ്ഞതിന് സ്റ്റെപ്പ് 0, അതായത് ലോഡ് സർവേ എടുക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. ഒരു സൈറ്റ് കണ്ടിട്ട് അവിടെ എന്തൊക്കെ വരാം അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്നുള്ള കാര്യം കണ്ടുപിടിച്ചതിന് ശേഷം ആണ് നമ്മൾ അവിടുത്തെ സപ്ലൈ എന്താണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1ലേക്ക് നമ്മളെത്തി. അവിടെ 11 kV സപ്ലൈ വേണമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൻ്റെ അകത്ത് വരുന്നതാണ് ട്രാൻസ്ഫോമർ സെലക്ഷൻ. ഈ ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഈ 282 kVA ഫുള്ളായിട്ട് നമുക്ക് വരുമോ, അറ്റ് എ ടൈം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. മിക്ക പ്രോജക്റ്റുകളിലും അതൊരിക്കലും അങ്ങനെ വരില്ല. ഒരു കണക്റ്റഡ് ലോഡ് ഇത്ര ഉണ്ടെങ്കിലും അറ്റ് എ ടൈം അത് യൂസിന് വരില്ല. അപ്പോൾ അവിടെ നമുക്ക് സഹായകരമായിട്ട് വരുന്ന സാധനമാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. അതായത് നമുക്ക് ഈ 282 kV അറ്റ് എ ടൈം ഫീഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് അറ്റ് എ ടൈം ഒരു
282 ഡിവൈഡ് ബൈ 2, അതായത് 141 KVA നമുക്ക് ടോട്ടൽ അറ്റ് എ ടൈം ഫീഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. 282 അല്ലേ, 282 ഡിവൈഡ് 2 അല്ലേ, കറക്റ്റ് 141 KVA ആണ് അറ്റ് എ ടൈം ഫീഡ് ചെയ്യേണ്ടി നമുക്ക് വരുള്ളൂ. അതായത് ഇതിൻ്റെ ഫോമുലയായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്റ്റഡ് ലോഡ് ഡിവൈഡ് ബൈ ഡൈവേഴ്സിറ്റി ഫാക്ടർ ആണ് നമ്മൾ ഈ ചെയ്തത്. ഡൈവേഴ്സിറ്റി ഫാക്ടർ, അതായത് അറ്റ് എ ടൈം ഹാഫ് എ യൂസ് വരുള്ളൂ എന്നുള്ളത് ഓൾറെഡി ആ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നാണ് അതിൽ തന്നിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുവാണ് 2 അല്ലെങ്കിൽ 1.5, അതൊക്കെ ഓരോ പ്രോജക്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ അത് ടൈം ബീങ് ഇത് 141 KVA ആണ് നമുക്ക് കിട്ടി, അറ്റ് എ ടൈം യൂസ് ആവാൻ സാധ്യതയുള്ള. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു നമ്മളെ ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പോഴുള്ള സിറ്റുവേഷനാണ്. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഡിമാൻഡ് കൂടാം. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് അതിനെയും കൂടി ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വേണം ട്രാൻസ്ഫോമർ നമ്മൾ സെലക്ട് ചെയ്യാൻ. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 141 ആണ്. സോ നമ്മുടെ ടേബിൾ 3 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ടേബിൾ 3 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ, അതിൻ്റെ വേരിയസ് സൈസസ്, സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ട്രാൻസ്ഫോമർ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും നിയറസ്റ്റ് 160 KVA ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഇങ്ങനെ തോന്നും. പക്ഷേ നമ്മളത് ഉറപ്പിക്കുന്നതിന് മുമ്പ് 1-2 കാര്യം കൂടി ചെക്ക് ചെയ്യണം. അതിലൊരു കാര്യമാണ് പറയുന്നത്, ഫ്യൂച്ചർ ഡിമാൻഡ് എന്തെങ്കിലും വരുന്നുണ്ടോ അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടോ നമ്മളൊരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. നല്ലൊരു ഡിസൈൻ ചെയ്യുന്ന ഒരാൾ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു 20%, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു 20% ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, 20% എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞിരുന്നു ഫ്യൂച്ചർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ ഒരു അസംഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു 1.2 ടൈംസ് നമ്മൾ ചെയ്തതിന് ശേഷം, അതായത് ആ 20% ഫ്യൂച്ചറും കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 141-ൻ്റെ 120% എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 141 × 1.2 എന്ന് പറയുമ്പോൾ 169.2 KVA ആണ് വരുന്നത്. ഉണ്ടോ, ഇപ്പോൾ നമ്മൾ 160 സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ആ ലോഡും കൂടി വരുമ്പോഴത്തേക്ക് ഈ ട്രാൻസ്ഫോമർ നമുക്ക് സഫിഷ്യൻ്റ് അല്ലാണ്ട് വന്നേനെ. സോ അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ ഫ്യൂച്ചർ ഡിമാൻഡ് പ്രകാരം ഇപ്പോൾ നമ്മൾ ഓക്കെയാണ്. എന്നാൽ നമ്മൾ അതുകൊണ്ടും സാറ്റിസ്ഫൈ ആവട്ടെ, നമുക്ക് ഒരു പാർട്ടും കൂടി നോക്കണം. ഹയസ്റ്റ് മോട്ടർ ലോഡ് ഇതിന് സഫിഷ്യൻ്റ് ആണോ, അതായത് ഇതിലുള്ള ഏറ്റവും ഹയസ്റ്റ് മോട്ടറിൻ്റെ സൈസ് നമുക്ക് നോക്കാം. ഇതിൽ മോട്ടർ ഉള്ള സ്ഥിതിക്ക് നമ്മൾ ആ ഒരു കാര്യം നോക്കണം. മിക്ക ഇൻഡസ്ട്രിയിലും മോട്ടേഴ്സിൻ്റെ ഒരു ആധിക്യം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ മോട്ടർ 50 HP ആണ്. ഓക്കെ, അപ്പോൾ ഈ 50 HPയുടെ മോട്ടർ ഉള്ളപ്പോൾ ആ മോട്ടർ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് എപ്പോഴും ഹൈ ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ അതിൻ്റെ സ്റ്റാർട്ടർ. അപ്പോൾ ആ മോട്ടർ ഉപയോഗിക്കുമ്പോൾ ഇൻ കേസ് അതിൻ്റെ കറണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ കൂടിയിട്ട് ഈ 160 KVA ട്രാൻസ്ഫോമറിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തേക്കാളും കറണ്ട് ആണോ എന്നുള്ളൊരു ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷോർട്ട് മെത്തേഡാണ് T = K × M എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഫോമുല യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ഫോമുലയിൽ കുറച്ച് എക്സ്റ്റൻഷൻ ഉണ്ട്, അത് ഇൻസ്പെക്ടർ ഡയറി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു സിമ്പിൾ തമ്പ് റൂൾ കാൽക്കുലേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ K മീൻസ് സ്റ്റാർട്ടർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ വലിയ മോട്ടറിൽ ഈ 5 HP മുകളിലുള്ള മോട്ടറിൽ സ്റ്റാർ ഡെൽറ്റയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാർ ഡെൽറ്റയ്ക്ക് ഈ കോൺസ്റ്റൻറ്റ് 2.5 ആണ്. സപ്പോസ് DOL ആണ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് 7 ആണ്. നമ്മൾ ഇൻ കേസ് VFD ആണ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ 1.5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ M എന്ന് പറഞ്ഞാണ് ഈ മോട്ടർ ഇൻ HP. ഓക്കെ, ഇതിൻ്റെ ഒരു വലിയൊരു ഫോമുല ഉണ്ട്, അത് ഇൻസ്പെക്ടർ ഡയറിയിലുണ്ട്, അത് ഞാൻ വേറെ വീഡിയോയിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർ ഡെൽറ്റയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ VFD ഒന്നും ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചു. 2.5 × നമ്മൾ 50 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 75 KVA എന്നാണ്. അപ്പോൾ നമ്മുടെ ആസ് പെർ മാക്സിമം ഡിമാൻഡ് നമുക്ക് കിട്ടിയേക്കുന്നത് 169 ആണ്. അതായത് ഇൻക്ലൂഡിങ് ഫ്യൂച്ചർ നമുക്ക് 169 KVA ആസ് പെർ ഹയസ്റ്റ് മോട്ടർ നമുക്ക് കിട്ടിയേക്കുന്നത് 75 KVA. സോ വിച്ച് എവർ ഈസ് ഗ്രേറ്റർ അത് നമ്മൾ സെലക്ട് ചെയ്യണം. 169 ആണുള്ളത്. അപ്പോൾ നമുക്ക് 200 KVAയുടെ ട്രാൻസ്ഫോമർ, 160യുടെ ട്രാൻസ്ഫോമർ കഴിഞ്ഞാൽ പറ്റി 200 ഉള്ളത്. അപ്പോൾ 200 KVAയുടെ ട്രാൻസ്ഫോമർ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ വരുന്നത് ഇനിയുള്ള സ്റ്റെപ്സ് ഞാൻ ജസ്റ്റ് ഒരു ഡയഗ്രത്തിൽ പറയാം, കാരണം അത് അല്ലെങ്കിൽ ലെങ്തി വീഡിയോ, എന്നിട്ടത് സ്പ്ലിറ്റപ്പ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ നമ്മൾ തീരുമാനമായി. അപ്പോൾ അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടേബിൾ 3 പ്രകാരമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു.
ഇനി സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള കേബിൾ സെലക്ഷനാണ്. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ കേബിൾ നേരെ ഇതിലേക്ക് കയറ്റുമല്ല, ഇതിനിടയിൽ ഒരു പ്രൊട്ടക്ഷൻ വരും. സ്റ്റെപ്പ് 3 അപ്പോൾ പ്രൊട്ടക്ഷൻ, പ്രൈമറി സൈഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ റെഫർ ചെയ്യേണ്ടത് അതിൽ ടേബിൾ 4, ഇൻസ്പെക്ടർ ഡയറിയിൽ ടേബിൾ 4 ഉണ്ട്. അപ്പോൾ ഓരോ ട്രാൻസ്ഫോമറിന് ഡിപ്പെൻഡിങ് ഓൺ ദ KVA നമ്മളിവിടെ എന്തൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല പ്രൈമറി സൈഡിലെന്ന് പറയുന്നുണ്ട്. ചില കേസുകളിൽ നമ്മൾ HT, SFU, AB സ്വിച്ചൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ചില കേസുകളിൽ VCB, GCB ഒക്കെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇതിലൊക്കെയാണെന്നുള്ള ഡിപ്പെൻഡിങ് ഓൺ ദ KVA അത് ടേബിൾ 4 അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈമറി സൈഡ് കംപ്ലീറ്റഡ് ആയി. ഇനി ഈ പ്രൈമറി സൈഡിൽ കേബിൾ സെലക്ട് ചെയ്യണതിനും നമ്മൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഫാൾട്ട് ലെവൽ കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് അവിടുത്തെ കേബിൾ സെലക്ട് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ട്രാൻസ്ഫോമറിൻ്റെ ഒരു കേസും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ കറണ്ട് എപ്പോഴും പ്രൈമറി സൈഡിലെ കറണ്ട് എപ്പോഴും കുറവായിരിക്കും. അതിൻ്റെ റഫ്ലി പറയുകയാണെങ്കിൽ ഒരു 100 kVയുടെ ട്രാൻസ്ഫോമർ എടുത്താൽ അതിൻ്റെ പ്രൈമറി സൈഡിൽ വെറും 5 amps ഉണ്ടാവുള്ളൂ, 5.2 amps ഒക്കെ ഉണ്ടാവാറുള്ളൂ. സെക്കൻഡറി സൈഡിലാണ് ഒരു 133 ampere ഒക്കെ വരുന്നത്. സോ പ്രൈമറി സൈഡിലെ കേബിളിന് ആക്ച്വലി നോർമൽ കണ്ടീഷനിൽ ക്യാരി ചെയ്യേണ്ട ലോഡ് വളരെ കുറവായിരിക്കും. ബട്ട് ഡ്യൂറിങ് ഷോർട്ട് സർക്യൂട്ട് അതിൻ്റെ കറണ്ട് വളരെ കൂടുതലായിരിക്കും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ഫാൾട്ട് ലെവൽ അത് ചിലപ്പോൾ 13,000 20,000 amperes ഒക്കെ ഫ്ലോ ചെയ്യും. അപ്പോൾ ആ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ വിസ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിനുള്ള കേബിൾ സൈസാണ് ഇടേണ്ടത്. അത് മിനിമം 150 square mm ഇടണം എന്നുള്ളത് ഇൻസ്പെക്ടറേറ്റ് ഓൾറെഡി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മിനിമം 150 square mm ഇടുന്നുണ്ട്, അതിൻ്റെ കാൽക്കുലേഷനും ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ സെക്കൻഡറി സൈഡിലെ കേബിൾ സ്റ്റെപ്പ് 4 സെക്കൻഡറി സൈഡ് കേബിൾ അതും നമ്മുടെ ടേബിൾ 3 തന്നെ ഓൾറെഡി ഗിവൺ ആണ്. ടേബിൾ 3 ഓൾറെഡി ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഒരു മെയിൻ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്ന പാനലിലേക്കായിരിക്കും ഈ കണക്ഷൻ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന ഒരു സ്ഥലത്ത് ഒരു മെയിൻ ഇൻകവർ ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ സെക്കൻഡറി പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ അത് നമുക്ക് ടേബിളായിട്ടില്ല, നമ്മളത് ഇതിൻ്റെ അകത്ത് MV പാനൽസിനെ പറ്റിയൊക്കെ പറയുന്നതനുസരിച്ച് സെലക്ട് ചെയ്യണം. മെയിൻലി ഇതിൻ്റെ കറണ്ട്, അതായത് ഇപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ കറണ്ടിനെ ബേസ് ചെയ്തായിരിക്കും അതിൻ്റെ ഇത് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ വരുന്നത് ബസ് ബാർ സെലക്ഷനാണ്. സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞാൽ ബസ് ബാർ കാൽക്കുലേഷനാണ്. പിന്നെ സ്റ്റെപ്പ് 7 ഇത് ലോഡ്, നമ്മളിപ്പോൾ പറഞ്ഞ 50 HP ഇതിൻ്റെയൊക്കെ ലോഡ് ഇതിലേക്ക് കണക്ട് ചെയ്ത് പോകുന്നു. ഇപ്പോൾ 50 HP ത്രൂ സ്റ്റാർട്ടറൊക്കെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു സിനാരിയോ ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ചില കേസുകളിൽ നമുക്ക് മൾട്ടിപ്പിൾ പാനൽസും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ അതുകൂടാതെ ഇതിനെ ഇൻകമർന്നും ഇതിനെ ഔട്ട് ഗോയിങ്സ് എന്നും വിളിക്കാം. അപ്പോൾ ഇൻകമർ ഔട്ട് ഗോയിങ്സ് തമ്മിലുള്ള കൃത്യമായിട്ടുള്ള റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇൻകമർ ഔട്ട് ഗോയിങ് തമ്മിൽ എത്ര റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോജക്റ്റ് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ മോട്ടറിനും വേണ്ട കേബിൾസും അതെല്ലാം ഇതിൻ്റെ അടുത്ത ഫർദർ സ്റ്റെപ്പുകളിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അതെല്ലാം ഈ ഒരു സ്റ്റെപ്പ് 7 ഇൻക്ലൂഡഡ് ആണ്. ഈ സ്റ്റെപ്പ് 7 ഈ പറഞ്ഞ മോട്ടേഴ്സാണോ എന്ത് ലോഡാണോ അതിലേക്ക് വേണ്ടിയുള്ള സ്വിച്ച് ഗിയർ, അതിൻ്റെ പ്രൊട്ടക്ഷൻസും ഇതെല്ലാം നമ്മൾ സ്റ്റെപ്പ് 7. അപ്പോൾ അങ്ങനെ ഒരു 7 സ്റ്റെപ്പോളാണ് നമ്മുടെ ഒരു പാനൽ വരെയുള്ള ഡിസൈൻ തന്നെ. അപ്പോൾ അതാണ് എൻ്റെ പരിപാടി.